മോസ്റ്റ് ഫെയിൽഡ് സബ്ജക്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റുപോയിട്ടുള്ള വിഷയം അത് ഏതായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം. നിങ്ങൾ എന്നെ കണ്ട സ്ഥിതിക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്റ്റുഡൻസ് തോറ്റുപോയുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ ഇതിലുള്ള ഒരു തമാശ എന്ന് പറയുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ടില്ല, ഇതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. നമ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. നിങ്ങൾ ഇത് നോക്കിയേ, 2025 കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം നമ്മൾ തന്നെയാണ്, ഇംഗ്ലീഷ് തന്നെയാണ് ഒന്നാം സ്ഥാനം. 2025 ഈ ഒരു കണക്ക് എന്ന് പറയുന്നത് 35,772 പേരാണ് തോറ്റുപോയിട്ടുള്ളത്. ഇപ്പോൾ +1 +2 ഇത്രയും കുട്ടികളാണ് തോറ്റുപോയിട്ടുള്ളത്. ഇനി നമുക്ക് 2026, അതായത് കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 36,357 എന്നുള്ളതായിട്ടുണ്ട്. ഒരു ഏകദേശം 1000 കുട്ടികൾ കൂടുക എന്നല്ലാതെ ഈ ഒന്നാം സ്ഥാനം നമ്മൾ ഇതുവരെയായിട്ട് വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിലൊരു തമാശ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇംഗ്ലീഷിൽ ഇത്രയും കുട്ടികൾ തോറ്റുപോകാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ ഈ കോർ സബ്ജക്റ്റുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൽ നമ്മൾ കുറച്ച് കഥകളും കവിതകളും ലേഖനങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ ഫെയിലായി പോകുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു ദുഷ്പേര് വരാൻ കാരണം? ഇംഗ്ലീഷിന് ഇങ്ങനെ ഒരു ദുഷ്പേര് വരാനുള്ള കാരണം എന്താണ്? വളരെ ലൈറ്ററായ സബ്ജക്റ്റാണ്. നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഈ എക്കണോമിക്സോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ കെമിസ്ട്രിയോ ബിസിനസ് സ്റ്റഡീസോ ഫിസിക്സോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ലൈറ്ററായിട്ടുള്ള ചെറിയ ചെറിയ കഥകൾ കവിതകളൊക്കെയാണ് പഠിക്കുന്നത്. എന്നിട്ടും ഇത്രയും കുട്ടികൾ തോറ്റുപോകുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യണം. ഈ വർഷം ഇനി ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, അങ്ങനെ എക്സാമുകൾ ഇങ്ങനെ വരാൻ പോകണേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് പരിഹരിക്കണം. ഇത് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷവും നിങ്ങളിതാ ഈ നമ്പറിലേക്ക് ഒരു അഡീഷണൽ ഒരാളായിട്ട് മാറാൻ വളരെ എളുപ്പമാണ്. കാരണം എത്രയോ വർഷമായിട്ട് നമ്മളിതാ ഈ ഒരു എന്താ പറയുക റെപ്യൂട്ടേഷൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റു പോകുന്ന വിഷയം എന്നുള്ളൊരു റെപ്യൂട്ടേഷൻ നമ്മൾ എത്രയോ കാലമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരാൾ കൂടെ എടുക്കാൻ ഒരു പ്രയാസമില്ല. നിങ്ങൾ ഈ പറഞ്ഞ മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇംഗ്ലീഷിൽ ഇത്രയും കുട്ടികൾ തോറ്റുപോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ആണ്. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ലാംഗ്വേജിൽ കുറച്ചുകൂടെ ചാപ്റ്റേഴ്സ് അധികമായിട്ട് വരുന്നുണ്ട്. ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ അത് വളരെ കൂടുതലാണ്. നിങ്ങൾ +1 +2 ഒരു 16 കൂടുതൽ ചാപ്റ്റേഴ്സ് എന്തായാലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഈ 16 ചാപ്റ്റേഴ്സും നമുക്ക് എക്സാം അടുപ്പിച്ചിട്ടുള്ള ആ ഒരു സമയം ഓർത്ത് വെക്കണം. അതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റണം. അങ്ങനെ കുറച്ച് അധികം ചാലഞ്ചസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 16+ ചാപ്റ്റേഴ്സ് നിങ്ങൾ എക്സാമിന് പഠിച്ചു പോകണം. അതായത് ഫൈനൽ എക്സാമിന് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ അത് കുറച്ച് അധികം ഉണ്ട് നമുക്ക് സമ്മതിച്ചേ പറ്റുള്ളൂ. പിന്നെ നിങ്ങളിപ്പോൾ പുതിയതായിട്ട് എക്സാം എഴുതിയവർ, അപ്പോൾ നിങ്ങൾ +2 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കാര്യം കാണാതെ പഠിച്ചു പോയി എന്ന് വിചാരിക്കുക. അതായത് നമ്മളൊരു ലെറ്ററോ ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു എസ്സേയോ നമ്മൾ കാണാതെ പഠിച്ചു എന്ന് വിചാരിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളെ തലതിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ആകെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണുന്നത്. ഇതിനെ നമ്മൾ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നാണ് പറയാം. റീസണിങ് ടൈപ്പ്. എന്താണ് ഈ റീസണിങ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാലേ, നമ്മൾ കാണാതെ പഠിച്ചെന്തെങ്കിലും അവിടെ വെറുതെ അങ്ങോട്ട് ഛർദ്ദിച്ച് വെക്കുകയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ പിടിക്കാൻ വേണ്ടിയിട്ട്, പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് തല ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ കുറച്ചൊന്ന് ചിന്തിച്ചിട്ടേ നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അതായത് ഈ 16 കൂടുതൽ ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് കുറച്ചെങ്കിലും ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ റീസണിങ് ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എത്രയോ കാലമായിട്ട് കാണുന്ന ലെറ്ററും ഡയറിയും എസ്സേയും റൈറ്റപ്പ് ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷേ അത് ചോദിച്ചിരിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അതിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ട് ഇന്ന ആളുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതടാ, ഇന്ന ആളുടെ ഡയറി എഴുതടാ എന്നായിരിക്കുമല്ലോ ചോദിച്ചിട്ടുണ്ടാവുക. കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടായിരിക്കും ചോദിക്കുക. നമ്മൾ കുറച്ച് അവിടെ ആലോചിക്കേണ്ടി വരും. അവിടെയാണ് നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. എല്ലാം കാണാതെ പഠിച്ചു പോകും. മെമ്മറൈസ്ഡ് ലേണിംഗ് ആണ്. എല്ലാം കാണാതെ പഠിച്ചു പോകും. എക്സാം എടുക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്നോട് ചോദിക്കുന്നതാണ്, സാർ ഇപ്പം ഞാനൊരു മോഡൽ ക്വസ്റ്റ്യൻ കാണിച്ചു കൊടുക്കണം, ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് ഞാൻ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചോദിക്കുന്നതാണ്, സാർ ഇത് അങ്ങനെ അങ്ങോട്ട് കാണാതെ പഠിച്ച് പോയാൽ പോരെ, മാർക്ക് കിട്ടൂല എന്നുള്ളത്. ആ പരിപാടി ഇനി നടക്കൂല. ആ പരിപാടി ഓൾറെഡി അല്ലെങ്കിലും നടക്കൂല. അത് ഇംഗ്ലീഷിൽ നടക്കാത്ത കാര്യമാണ്. കാരണം ഒന്നാമത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാതെ പഠിച്ചു പോകുന്നതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ എന്താണോ പഠിച്ചു പോയത് അതിൽ നിന്ന് കുറേ വ്യത്യാസമുള്ള ചോദ്യമായിരിക്കും. സംഭവം സെയിം ഡിസ്കോസ് ആയിരിക്കും. എസ്സേ തന്നെ ആയിരിക്കും, ആ ചാപ്റ്റർ എന്നുള്ള എസ്സേ തന്നെ ആയിരിക്കും. പക്ഷെ വേറൊരു ടോപ്പിക്കിൽ നിന്നായിരിക്കും എസ്സേ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അങ്ങനെ കാണാതെ പഠിച്ചു പോകുന്നതിൽ ഇനി പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നിങ്ങൾ 16 ചാപ്റ്ററിലെയും കാര്യങ്ങൾ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് അത് നടപ്പുള്ള കാര്യമല്ല. ഇനി വേറൊന്നാണ്
ലാസ്റ്റ് മിനിറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഒന്നാമത് നമ്മൾ കാണാതെ പഠിച്ച് പോകേണ്ട സിറ്റുവേഷൻ വരുന്നത് തന്നെ ഈ അവസാന നിമിഷത്തിൽ പഠിക്കണോണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ 16 ചാപ്റ്റർ ഉണ്ട്. അവസാന നിമിഷത്തിൽ ഇതെല്ലാം കൂടെ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്ററുടെ പേര് മറന്നും ക്യാരക്ടറിൻ്റെ പേര് മറന്നും അതിലെന്താ നടന്നു എന്നുള്ളത് മറന്നും. ഇത് വളരെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്കൊരു പരിധിയില്ലേ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളത് നമുക്ക് പരിധിയുള്ള കാര്യമാണ്. പിന്നെ ഒന്ന്, നിങ്ങൾ ഇനിയിപ്പോൾ എത്ര കാണാതെ പഠിച്ച് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരാത്ത ഒരു ആൻസർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആ എഴുതുന്നതിൽ കുറേ ഗ്രാമർ മിസ്റ്റേക്സ് വരുത്തിക്കും. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചോദ്യത്തിന് 5 മാർക്കാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 8 മാർക്കാണെന്ന് വിചാരിക്കുക. അതിൽ നിങ്ങൾ കുറേ വാസും വേറും വില്ലും വുഡും ഒക്കെ കുറേ ഹാസും ഹാവും ഹാഡൊക്കെ നിങ്ങൾ കുറേ തെറ്റിച്ചിടുന്നെന്ന് വിചാരിക്കാം. അതായത് അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കാണാപാഠം പഠിച്ചിട്ടുള്ള ആൻസറാണ്, എന്നാലും ഈ ഹാസും ഹാവും ഹാഡൊക്കെ നിങ്ങൾക്ക് മാറിപ്പോവാലോ. അങ്ങനെ കുറേ എണ്ണം തെറ്റിച്ചിടുമെങ്കിലല്ലേ ആ 8 മാർക്കിന്റെ ചോദ്യത്തിനല്ലേ എന്തായാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടൂല, അത് ഒരു ടീച്ചറും തരില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുക ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 2 മാർക്ക് പോയി, അല്ലെങ്കിൽ ഒരു 3 മാർക്ക് പോയി എന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ എന്തായാലും ഒരു 20 എണ്ണം മിനിമം ഉണ്ടാവും. ആ 20 എണ്ണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 20 × 2 ഒരു ആവറേജ് മാർക്ക് പോയി എന്ന് വിചാരിക്കുക. 20 × 2 എത്ര മാർക്ക് പോയി? 40 മാർക്കില്ലേ നിങ്ങളുടെ ഉത്തരം, അതായത് നിങ്ങൾ കാണാപാഠം പഠിച്ച ഉത്തരം ശരിയാണെന്നുണ്ടെങ്കിലും 40 മാർക്ക് പോകും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പകുതി മാർക്ക് ഉത്തരം ശരിയായിട്ടും നിങ്ങൾക്ക് പോയി. അതായത് നിങ്ങൾക്ക് അതിൻ്റെ വളരെ ബേസിക് ആയ കാര്യങ്ങൾ അറിയില്ല. ഹാസും ഹാവും ഹാഡൊക്കെ എങ്ങനെയാണ്, വില്ലും വേറും അല്ലെങ്കിൽ ഷോളും ഷുഡൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഈ 40 മാർക്ക് പോയത്. ഇനി ഗ്രാമർ ക്വസ്റ്റ്യൻസ് വേറെയുണ്ട്. നിങ്ങൾ +1-ലാണെങ്കിലും +2-ലാണെന്നുണ്ടെങ്കിലും ഒരു 8 മുതൽ 12 മാർക്കിന് ഗ്രാമർ ചോദിക്കും. ഗ്രാമർ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മെമ്മറൈസ്ഡ് ലേണിംഗിൽ, അതായത് കാണാപാഠം പഠിച്ച് പോകാൻ പറ്റില്ല. എല്ലാ പ്രാവശ്യവും പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഈ 8 മുതൽ 12 മാർക്ക് എങ്ങനെ തലകുത്തി നിങ്ങൾ കാണാപാഠം പഠിച്ചാലും ആ മാർക്ക് ഷുവർ ആയിട്ടും പോകും. പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഗ്രാമർ. ആ ഗ്രാമറിൻ്റെ റൂൾസും അതിൽ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു പരിചയവും ഇല്ലാതെ നമുക്ക് ഒരു തേങ്ങയും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആ ഒരു 8 മുതൽ 12 മാർക്കും പോയി. പിന്നെ നിങ്ങൾ SSLC വരുന്ന സമയത്ത് അവിടെ പഠിച്ചതിനേക്കാളും കൂടുതൽ ഡിസ്കോഴ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സെമിനാർ റിപ്പോർട്ട് എഴുതുന്നത്, ഡിബേറ്റ് എഴുതുന്നത്, അങ്ങനത്തതൊക്കെ പുതിയതായിട്ട് നിങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ അതൊന്നും അറിയാതെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ കുറേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ട ആ ലൈവിൽ നിന്നും ഈ ലൈവിൽ നിന്നും ആ നോട്ടും ഈ നോട്ടും ഒക്കെ ആയിട്ട് നിങ്ങൾ ഒപ്പിച്ചെടുത്ത കുറേ സാധനങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചു പോകുന്നു. പക്ഷേ നിങ്ങൾ കാണാത്ത പരിചയമില്ലാത്ത കുറേ പുതിയ ഡിസ്കോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് സാധാരണഗതിയിൽ ഇംഗ്ലീഷിന് എല്ലാ വർഷവും ഇത്രയും കുട്ടികൾ തോറ്റു പോകാനുള്ളൊരു മെയിൻ റീസൺ. നിങ്ങൾ എന്നോട് ചോദിക്കും, ഈ ഇംഗ്ലീഷ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും എന്താ പറയുക എഴുതുന്നതല്ലേ, സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ എഴുതുന്നതല്ലേ സാർ എന്ന് ചോദിക്കും നിങ്ങൾ. പക്ഷെ നിങ്ങൾ ലാംഗ്വേജ് സബ്ജക്റ്റുകൾക്ക് വളരെ കുറവേ ഉള്ളൂ. ഇതൊക്കെ ഇതിൽ ഹിന്ദി ഉണ്ട്, അറബിക് ഉണ്ട്, മലയാളം ഉണ്ട്, പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ വേറെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷും ആ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. ഇംഗ്ലീഷും ഒരു ലാംഗ്വേജ് സബ്ജക്റ്റാണ്, പക്ഷേ ഇംഗ്ലീഷിൽ ഇത്രയും കുട്ടികൾ തോറ്റു പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റുക? ഇപ്പം നമ്മൾ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ഓണം എക്സാമോ ക്രിസ്മസ് എക്സാമോ ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചിട്ടേ കാര്യമുള്ളൂ. എന്താ ചെയ്യാൻ പറ്റുക എന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും മാർക്ക് പോകുന്നത്. അതായത് ചെറിയ ക്ലാസ്, അതൊരു 4-5 ക്ലാസ് എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് ഗ്രാമർ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഉഴപ്പിയതാവും, ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതിങ്ങനെ ഓരോ ക്ലാസ് മുന്നിലേക്ക് പോകുമ്പോൾ അല്ലേ ഇതിങ്ങനെ കനം കൂടി വരും. ചെറിയ ക്ലാസ്സിൽ ചെറിയ ഗ്രാമർ നമ്മൾ മിസ്സാക്കി അതിൻ്റെ ബാക്കി തന്നെയാണ് അടുത്ത വർഷം എടുക്കുക. അപ്പം അതിങ്ങനെ കൂടി വന്നിട്ട് നിങ്ങളൊരു 10th ഒക്കെ എത്തിയ സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാതായിട്ടുണ്ടാവും. അതായത് സ്വന്തമായിട്ട് മനസ്സിലുള്ള ഉത്തരം, ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് ഉത്തരം എഴുതാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും നിങ്ങൾ. അപ്പം അതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഇംഗ്ലീഷിൻ്റെ വളരെ ബേസിക് ആയ കാര്യം, അതായത് ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഏത് ടെൻസിലാണ് എഴുതേണ്ടത്, ഓക്സിലറി വേർബുകൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ റൂൾസ് എങ്ങനെയാണ്, അല്ലാതെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമറൊക്കെ എങ്ങനെയാണ് തെറ്റിക്കാതെ എഴുതുക, ഇങ്ങനത്തെ കുറേ ബേസിക് ആയ കാര്യങ്ങൾ നമുക്കിപ്പോഴും അറിയില്ല. ഈ വർഷം നമ്മൾ പഠിക്കുന്ന ഗ്രാമറിലെ അത് എന്തെങ്കിലും നമുക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള ചെറിയ ഗ്രാമറുകളും ചെറിയ ബേസിക് ആയ കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം.
അത് എല്ലാം കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറോട് ചോദിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പുതിയ കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്ലാൻ ചെയ്യല്ല, ഇത് ഓൾറെഡി അവൈലബിൾ ആണ്. ഇതൊരു 4 ലെവലുകളാക്കിയിട്ടാണ് ഈ ഒരു കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമായത് ഒരു 10ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻറ്റ്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ +1 +2 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയാണോ ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത് മൊത്തം അതിൽ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാം വിശദമായിട്ട്, അതായത് ആൽഫബറ്റ് തൊട്ട് ഞാൻ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇംഗ്ലീഷിലുള്ള അക്ഷരമാല തൊട്ട് വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇനി ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് അറിയാത്തത് കൊണ്ട് ഒരു പ്രശ്നം വരില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് മുന്നേ ചെറിയൊരു കാര്യം കൂടെ പറയാം. ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു 4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്കത് സുഖമായിട്ട് തീർക്കാം. 4 ലെവലുകളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടല്ലേ നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം ഇംഗ്ലീഷിൽ സ്വന്തമായിട്ട് എഴുതാം. പിന്നെ ഒരു മെമ്മറൈസ്ഡ് ലേണിങ്ങോ കാണാപാഠം പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. അതാണ് ഈ കോഴ്സിൻ്റെ ഏറ്റവും ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓൾറെഡി സൂപ്പർ ബാച്ചിലുള്ള സ്റ്റുഡൻസിന് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി ഒരു ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ ആണിത്. ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ ഓർ ബേസിക്സിൻ്റെ കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇപ്പം നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ സൂപ്പർ ബാച്ചിലുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ, നിങ്ങൾ ആപ്പിലേക്ക് കയറുന്ന സമയത്ത് സബ്ജക്ട്സുകൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ടാബിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ എന്നാണ്, ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ എന്നുള്ള ഒരു പേരിൽ നിങ്ങൾക്ക് ആ കോഴ്സ് കാണാൻ പറ്റും. ഇനി നിങ്ങൾ ഓൾറെഡി സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ ഏറ്റവും നല്ലത് സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 16-നാണ്. അപ്പോൾ ജൂൺ 16-ന് നിങ്ങൾ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. അതർവൈസ് ഒരു 999 അല്ലെങ്കിൽ 999 രൂപ വരുന്ന ഒരു കോഴ്സാണ് ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഓടിച്ചാടി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നല്ലോണം ആലോചിച്ച് വീട്ടിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഒരു ഓണം എക്സാമൊക്കെ അടുപ്പിച്ച് നമ്മളിത് മെനക്കെടാൻ നോക്കി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ആലോചിച്ച് വീട്ടുകാരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് എന്തായാലും പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ കണ്ട 35,600 XYZ ആ നമ്പറിലേക്ക് ഒരാൾ കൂടെ ചേരാൻ ഒരു പ്രയാസവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് കുറേ കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. ഇത് വളരെ നേരത്തെ, അതായത് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്കത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. ബൈ.